Hi all. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 അതായത് നമ്മുടെ PGTPയുടെ കേട്ടുവിൻ്റെ PGTPയുടെ മൊഡ്യൂൾ 3 ഫോർത്ത് ലെക്ചർ സീരീസ് ഞാനൊരു 5-6 ലെക്ചർ സീരീസ് ആയിട്ട് എല്ലാ മൊഡ്യൂളും ഇതാക്കാൻ പോവാണ്. അതിൽ ഇൻസുലേറ്റേഴ്സിന്റെ പോർഷനാണ്. അപ്പോൾ ആ ഇൻസുലേറ്റേഴ്സിൽ തന്നെ നമുക്ക് സിലബസ് നോക്കിയാൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ സ്ട്രിംഗ് എഫിഷ്യൻസി ഇതെല്ലാം എന്ത് ചെയ്യും ഇതിൽ കവർ ചെയ്യും. ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് തേർഡ് പേജിലുണ്ട്. പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ സസ്പെൻഷൻ ഇൻസുലേറ്റർ സ്ട്രിംഗ് അതായത് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രിംഗ് എഫിഷ്യൻസി മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് സ്ട്രിംഗ് എഫിഷ്യൻസി. ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് നമ്മൾക്ക് ഓവർഹെഡ് ലൈനിന്റെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഇൻസുലേറ്റേഴ്സ് വേണം. ഓക്കെ, ദ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് എൻ overhead line depends to a considerable extent upon the proper selection of insulators. പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഇൻസുലേറ്റേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നടക്കുള്ളൂ ഓവർഹെഡ് വഴി. There are several types of insulators, but the most commonly used ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പിൻ ടൈപ്പ് ഉണ്ട്, സസ്പെൻഷൻ ടൈപ്പ് ഉണ്ട്, സ്ട്രെയിൻ ഇൻസുലേറ്റർ ഉണ്ട്, ഷാക്കിൾ ഇൻസുലേറ്റർ ഉണ്ട്. ഫസ്റ്റ് വൺ പിൻ ടൈപ്പ്. പിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ഗാൽവനൈസ്ഡ് സ്റ്റീൽ പിൻ ഉണ്ട്. ഈ സ്റ്റീൽ പിൻ നേരെ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് നോക്കിയാൽ കാണാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസുലേറ്റർ. ഓക്കെ, അതിന്റെ പാർട്ട് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഷെഡ്സ്, പെൽറ്റി കോഡ്സ്, സിമെന്റിങ് എന്നുള്ള ഗാൽവനൈസ്ഡ് പിൻ. ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിലാണ് ഇതേപോലെ വയറ് വെക്കുക ചെയ്യുക, എന്നിട്ട് അത് അനിൽ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് കുറച്ച് എന്തുണ്ട്, annealed wire of the same material ഉണ്ട്. Okay. As the name suggests, a pin type insulator is secured to the cross arm on the board. നമ്മൾ ജസ്റ്റ് ഇതാക്കുള്ളൂ. There is a groove on the upper end of the insulator for housing the conductor. Conductor house ചെയ്യാൻ വേണ്ടി ഒരു groove ഉണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഒരു groove ഉണ്ട് ഇതില്. The conductor passes through this groove and is bound by annealed wire of the same material. Conductor ഇതിനെ പോവും anneal on the same wire ആയിട്ട് അവിടെ anneal. Pin type insulators are used for transmission and distribution of electrical power at voltages up to 33 kV. 33 kV വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിയോണ്ട് എന്താണ് പറയുക 33 kV പറഞ്ഞാൽ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, അത് അൺഎക്കണോമിക്കൽ ആണ്. കോസസ് ഓഫ് ഇൻസുലേഷൻ ഫെയിലിയർ. നമ്മൾ ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്, ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ എന്താണ് ഇൻസുലേഷൻ ഫെയിലിയറിന്റെ കോസസ് ഇതിലാണുള്ളത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻസുലേറ്റേഴ്സ് ആർ റിക്വയർഡ് ടു വിത്ത്സ്റ്റാൻഡ് ബോത്ത് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്ട്രെസ്. ഇത് എന്താണ്, ബോത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രെസ്സും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസുലേറ്റേഴ്സ് ആവശ്യമുള്ളത്. പക്ഷെ ഇതിൽ എങ്ങനെയുണ്ടാവുക വെച്ചാൽ മെക്കാനിക്കൽ പ്രോബ്ലം അല്ല, ബട്ട് ഡ്യൂ ടു ലൈൻ വോൾട്ടേജ് കാരണമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. അതെന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേറ്റർ ആണ് ഉണ്ടാവുന്നത്. ദ ലേറ്റർ ടൈപ്പ് ഈസ് പ്രൈമർലി ഡ്യൂ ടു ലൈൻ വോൾട്ടേജ് ആൻഡ് മേ കോസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഇൻസുലേറ്റർ. ദ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേറ്റർ ക്യാൻ ഓക്കർ ഈതർ ബൈ ഫ്ലാഷ് ഓവർ ഓർ പഞ്ചർ. ഫ്ലാഷ് ഓവറോ അല്ലെങ്കിൽ പഞ്ചർ ഒക്കെ ആയിട്ട് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം. ഇനി ഇൻ ഫ്ലാഷ് ഓവർ ആൻ ആർക്ക് ബിറ്റ്വീൻ ദ ലൈൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ പിൻ ആൻഡ് ഡിസ്ചാർജ് ജംപ്സ് അക്രോസ് ദെയർ എയർ ഗ്യാപ്സ്. അതായത് ഈ ലൈൻ കണ്ടക്ടറും ഇത് പിന്നെ ഇവിടെയാണ് എർത്തായിട്ട് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന എർത്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലാണ് എന്തുണ്ടാവുക, നമ്മൾക്ക് പിന്നെ ഫ്ലാഷ് ഓവർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരു ആർക്ക് ഉണ്ടാവും ഇതിനെ ക്രോസ്. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യണത്, ഈ ഡിസ്ചാർജ് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇൻസുലേറ്റർ ഇത് ഫ്ലാഷ് ഓവർ ചെയ്യും. അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വരാതിരിക്കാനുള്ള കാരണമാണ് പറയുന്നത്. ഇൻസുലേറ്റർ ഈസ് ജനറലി ഡ്രൈ ആൻഡ് ഇറ്റ്സ് സർഫസസ് ഹാവ് പ്രോപ്പർ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. ജനറലി ഇൻസുലേറ്റർ എന്താണ്, ഡ്രൈ ആണ്. അപ്പൊ അതിന്റെ സർഫസസ് എന്താണ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. Therefore ആർക്ക് ക്യാൻ ഓൺലി ഒക്കർ ത്രൂ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ പിൻ. അതുകൊണ്ട് തന്നെ ആർക്കിന് ഈ എയർ ഗ്യാപ്പും ഈ പിന്നും തമ്മിലുള്ള ഗ്യാപ്പിൽ കൂടെ ഉണ്ടാവുള്ളൂ. അതായത് ഇതിലൂടെ എന്തായാലും ഉണ്ടാവില്ല, ആർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോളോയിങ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതായിരിക്കും അല്ലെ, അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് വരുന്നത്. ഫിഗർ ഷോസ് ദ ആർക്കിംഗ് ഡിസ്റ്റൻസ് എ പ്ലസ് ബി പ്ലസ് സി ഫോർ ദ ഇൻസുലേറ്റർ. ഇൻ കേസ് ഓഫ് ഫ്ലാഷ് ഓവർ ദ ഇൻസുലേറ്റർ വിൽ കണ്ടിന്യൂ ടു ആക്ട് ഇൻ ഇറ്റ്സ് പ്രോപ്പർ കപ്പാസിറ്റി അൺലെസ് എക്സ്ട്രീം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആർക്ക് ഡിസ്ട്രോയ് ദ ഇൻസുലേറ്റർ. ഒരു ഫ്ലാഷ് ഓവർ ഉണ്ടാകുമ്പോൾ ഇൻസുലേറ്റർ അതിന്റെ പ്രോപ്പർട്ടി തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. പക്ഷെ എന്താണ് പ്രശ്നം വെച്ചാൽ എക്സ്ട്രീം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ ആർക്ക് എന്ത് ചെയ്യും, ഇൻസുലേറ്ററിനെ നശിപ്പിക്കും. ഇൻ കേസ് ഓഫ് പങ്ക്ചർ, ഇനി പങ്ക്ചർ ആണ് വിചാരിക്കുക, ദ ഡിസ്ചാർജ് ഒക്കേഴ്സ് ഫ്രം ദ കണ്ടക്ടർ ടു പിൻ ത്രൂ ദ ബോഡി ഓഫ് ദ ഇൻസുലേറ്റർ.
ഇൻസുലേറ്ററിന്റെ ബോഡിയിൽ കൂടെ എന്ത് ചെയ്യും, ഈ പങ്ക്ചർ ഉണ്ടാകുമ്പോൾ, അതായത് ഇതാണ്ട് ഫെയിലിയർ ആകുമ്പോൾ ഇതിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ചെയ്യും. വെൻ സച്ച് ബ്രേക്ക് ഡൗൺ ഈസ് ഇൻവോൾവ് ദ ഇൻസുലേറ്റർ ഈസ് പെർമനന്റ്ലി ഡിസ്ട്രോയിഡ് ഡ്യൂ ടു എക്സസീവ് ഹീറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇത് പെർമനന്റ്ലി ഡിസ്ട്രോയ് ആവും. ഫ്ലാഷ് ഓവർ ആകുമ്പോൾ ചില ഫ്ലാഷ് ഓവർ ഒക്കെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹീറ്റ് കൂടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇൻസുലേറ്റർ നാശമാവുള്ളൂ. In practice, sufficient thickness of porcelain is provided in insulator to avoid puncture by the line voltage. ലൈൻ വോൾട്ടേജ് കാരണം കൊണ്ടുള്ള പങ്ക്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, സഫീഷ്യന്റ് തിക്നെസ് ഓഫ് പോർസലിൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The ratio of puncture strength to flashover voltage is known as safety factor of insulator. Safety factor ആണ് puncture strength by flashover voltage ആണ്. അപ്പൊ ഇത് ഒരു കാര്യം എന്താ വെച്ചാല്, സേഫ്റ്റി ഫാക്ടർ ഡിസൈറബിൾ ആവാന്ന് വെച്ചാൽ ഹൈ ആയിരിക്കണം. കാരണം വെച്ചാൽ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ആവണേന്റെ മുന്നേ എന്ത് ചെയ്യണം, പഞ്ചർ സ്ട്രെങ്ത് സ്ട്രോങ്. അത് ഇറ്റ്സ് ഡിസൈറബിൾ ദാറ്റ് ദ വാല്യൂ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഈസ് ഹൈ സോ ദാറ്റ് ഫ്ലാഷ് ഓവർ ടേക്സ് പ്ലേസ് ബിഫോർ ദ ഇൻസുലേറ്റർ ഗെറ്റ്സ് പഞ്ചേർഡ്. ഫ്ലാഷ് ഓവർ ഇൻസുലേറ്റർ പഞ്ചർ ആവണേന്റെ മുന്നേ ടേക്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സേഫ്റ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ദ വാല്യൂ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഈസ് അബൌട്ട് 10. ഓക്കെ, നെക്സ്റ്റ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. അതായത് ഒരു സ്ട്രിങ് പോലെ ആക്കിയിട്ടാണ് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ, നമ്മൾ പറഞ്ഞു ഹൈ വോൾട്ടേജ് കോസ്റ്റ് കൂടുതലാണ്. ദർഫോർ ദിസ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ഈസ് നോട്ട് എക്കണോമിക്കൽ ഫോർ ബിയോണ്ട് 33 kV. അപ്പോൾ പിൻ ടൈപ്പ് 33 kV ബിയോണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോർ ഹൈ വോൾട്ടേജസ് നമ്മൾ എന്ത് ചെയ്യും, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദേ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പോർസലിൻ ഡിസ്ക്. ഒരുപാട് പോർസലിൻ ഡിസ്ക് ഉണ്ട് ഇൻ സീരീസ് ബൈ മെറ്റൽ ലിങ്ക്സ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രിങ്. അപ്പോൾ ഒരു മെറ്റൽ ലിങ്ക് വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദേ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ദ കണ്ടക്ടർ ഈസ് സസ്പെൻഡഡ് അറ്റ് ദ ബോട്ടം എൻഡ് ഓഫ് ദ സ്ട്രിങ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ബോട്ടം എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അത് അപ്പർ എൻഡ് ക്ലോസ് ആമിൽ അല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട്. Each unit or disk is designed for low voltage say 11 kV. ഓരോ ഡിസ്കും നമുക്ക് നമ്പർ ഓഫ് ഡിസ്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എത്ര കെ വി എന്ന് അറിയാൻ പറ്റും. 3 ഡിസ്ക് ആണെങ്കിൽ അവിടെ 33 kV ആയിരിക്കും. Each unit or disk is designed for low voltage say 11 kV. 11 kV കാണുന്നത് നമ്മൾ വിചാരിക്കുക. The number of disks in series would obviously depend upon the working voltage. അപ്പോൾ എത്ര വർക്കിംഗ് വോൾട്ടേജ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഡിസ്ക് കൂട്ടും. For instance, if the working voltage is 66 kV, then 6 disks in series will be provided on the string. അപ്പോ നമുക്ക് സ്ട്രിങ്ങിന്റെ മുകളിൽ 66 kV ആണെങ്കിൽ 6 ഡിസ്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അഡ്വാൻറ്റേജസ്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ ചീപ്പർ ദാൻ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഫോർ വോൾട്ടേജ് ബിയോണ്ട് 33 kV ബിയോണ്ട് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആണ് പിൻ ടൈപ്പിനെക്കാട്ടും എന്ത് വരുന്നത്, ചീപ്പർ ആയിട്ട് വരുന്നത്. Each unit or disk of suspension type insulator is designed for low voltage, usually 11 kV, depending on. അപ്പൊ ഇത് എന്താ പറയുന്നത് വെച്ചാല് 11 kVക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഡിസ്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര കെ വി വേണോ അതിനനുസരിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻസുലേറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. If any one disk is damaged, the whole string does not become unless because become useless because the damaged disk can be replaced by the sound. അതായത് ഇപ്പോൾ 3 ഡിസ്ക് ഉണ്ട് വിചാരിക്കുക, അതിൽ ഒരെണ്ണം കംപ്ലൈന്റ് ആ ഒരെണ്ണം മാത്രം മാറ്റിയാൽ മതി, മറ്റേ പോലെ ഫുള്ള് മാറ്റാൻ നിൽക്കണ്ട. അതാണ് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്. The suspension arrangement provides greater flexibility to the line. നമ്മൾ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. കാരണം the connection at the cross arm is such that the insulator string is free to swing in any direction and can take up the position where mechanical stresses are minimum. അപ്പൊ നമ്മളിത് തൂക്കിയിട്ടിരിക്കല്ലേ, തൂക്കിയിടുമ്പോൾ ചെറിയ വിൻഡോകൾ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഇതിന് അങ്ങനെ ഇതായി നിൽക്കാം. മറ്റേ നേരെ ആണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂവിന്റെ ഉള്ളിലായിരിക്കണം. അപ്പൊ ആ ഗ്രൂവിന്റെ ഉള്ളിലിരിക്കുമ്പോൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് നമ്മളുടെ ഇൻസുലേറ്റേഴ്സിന് പ്രോബ്ലം വരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെസ് എവിടെയാണോ മിനിമം അങ്ങോട്ട് ഇത് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ആയി നിൽക്കാം. In case of increased demand on the transmission line, it is found more satisfactory to supply the greater demand of rising line voltage than to provide another set of conductors. The additional insulation required for the raised voltage can be easily obtained in the suspension arrangement by adding the desired number of discs. നമുക്ക് ഇതിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡീഷണൽ ഇൻസുലേഷൻ പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ next, the suspension type insulators are generally used with the steel towers വെച്ചിട്ടാണ് suspension use ചെയ്യാറ്. As the conductors run below the earth cross arms of the tower, this arrangement provides partially protection from line. Steel arrangement ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ ലൈറ്റിനിങ്ങിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് തേർഡ് വൺ സ്ട്രെയിൻ ഇൻസുലേറ്റർ. ഇനി ഒരു ഡെഡ് എൻഡ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ അവിടെ അതേപോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്,
strain insulator used low voltage use ചെയ്യാനാണ് shackle insulator. When there is a dead end of the line or there is a corner or sharp curve, the line is greater tension. അപ്പോൾ നിങ്ങൾ dead end ഉണ്ട് അല്ലെങ്കിൽ ഒരു corner ഉണ്ട് ഒരു sharp curve ആണെങ്കിൽ ഇവിടെ എന്താണ് നല്ല tension കൂടുതലായിരിക്കും. In order to relieve the line of excessive tension, strain insulators are used. Excessive tension relieve ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും strain insulators യൂസ് ചെയ്യും. For low voltage lines, shackle insulators are used as strain insulators. ഒരു 11 kV യുടെ below ആണെന്നുണ്ടെങ്കിൽ shackle insulators ആണ് അവിടെ എന്ത് ചെയ്യുക strain insulators ആയിട്ട് യൂസ് ചെയ്യുക. However, for high transmission lines, strain insulator consists of a suspension insulator. അപ്പോൾ ഇതേപോലെ suspension insulator ആയിരിക്കും strain insulator ആയിട്ടുണ്ടാവുക. The disc of strain insulators are used in vertical plane. ഇത് നേരത്തെ horizontal ആണെങ്കിൽ ഇത് vertical plane ലാണ് യൂസ് ചെയ്യുക. When the tension in lines is exceedingly high, as at long river spans, two or more strings are used in parallel. ഇനി extremely high ആണ് tension ഉണ്ടെങ്കിൽ two or more strings എന്ത് ചെയ്യും parallel ആയിട്ട് യൂസ് ചെയ്യും. Shackle insulators. In earlier days, shackle insulators were used as strain insulators. നമ്മൾ പറഞ്ഞു earlier days shackle insulators ആണ് യൂസ് ചെയ്തത് strain insulator ആയിട്ട്. But nowadays they are frequently used for low voltage distribution line. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പറയുക low voltage distribution വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. Such insulators can be used either in a horizontal position or in a vertical position. Horizontal position ആയിട്ടോ അല്ലെങ്കിൽ vertical position ആയിട്ടോ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. They can be directly fixed to the pole with a bolt or to the cross arm. ഇത് ഈ ബോൾട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ വെർട്ടിക്കലി പോസ്റ്റ് ചെയ്യാം ഇതിന്റെ മുകളിൽ പോളിന്റെ മുകളിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യും ക്രോസ് ആമിലും ഇതാക്കാം. The conductor in the groove is fixed with a soft binding wire. ഈ ഗ്രൂവിൽ എന്ത് ചെയ്യും കണ്ടക്ടർ ഫിക്സ് ചെയ്യും with a soft എന്തുകൊണ്ട് ബൈൻഡിങ് വയർ ഉണ്ട്. Potential distribution over suspension insulator. Okay. അപ്പോൾ a string of suspension insulator consists of number of porcelain. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോർസലിൻ ഡിസ്ക് ഉണ്ടാവും. ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഒരു മെറ്റൽ ലിങ്ക് വെച്ചിട്ടാണ്. അതാണ് പോർസലിൻ പോർഷൻ ഓഫ് ഈച്ച് ഡിസ്ക് ഈസ് ഇൻ ബിറ്റ്വീൻ ടു മെറ്റൽ ലിങ്ക്. നമ്മൾ 3 ഡിസ്ക് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദർഫോർ ഈച്ച് ഡിസ്ക് ഫോംസ് എ കപ്പാസിറ്റർ. ഓരോ ഡിസ്ക് എന്താണ് ഓരോ കപ്പാസിറ്റർ ആയിട്ട് ഫോം ചെയ്യണതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതിനാണ് ആ കപ്പാസിറ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ സെൽഫ് കപ്പാസിറ്റൻസ്. ഈ പറയുന്ന കപ്പാസിറ്റൻസ് ഇനി ഇഫ് ദർ വർ മ്യൂച്വൽ കപ്പാസിറ്റൻസ് അലോൺ, മ്യൂച്വൽ കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ് വി ആയിരിക്കും. 3 ആയതുകൊണ്ട് എന്താണ് 3 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ v/3 എന്നുള്ള രീതിയിൽ 3 if there were total capacitance alone, then charging current would have been same through all the disk. Charging current എന്തായിരിക്കും സെയിം ആയിരിക്കും. Consequently, voltage across each unit would have been the same. എന്താ കാരണം ഈ ചാർജിങ് കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും. അത് സെയിം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇതിന്റെ അക്രോസുകളുടെ വോൾട്ടേജ് എന്തായിരിക്കും അതും ഈക്വൽ ആയിരിക്കും. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് കപ്പാസിറ്റൻസ് ഈ ഇവിടെ ഒരു മെറ്റലാണ് പറഞ്ഞത്. ഈ മെറ്റലും സ്റ്റീൽ ടവറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു കപ്പാസിറ്റൻസ് ആക്ട് ചെയ്യും. അതിനാണ് നമ്മൾ പറയുക ഷണ്ട് കപ്പാസിറ്റൻസ്. ഓക്കെ, എക്സിസ്റ്റ് ബിറ്റ്വീൻ മെറ്റൽ ഫിറ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ക് ആൻഡ് ടവർ ഓർ എർത്ത്. ദിസ് ഇസ് നോൺ ആസ് ഷണ്ട് കപ്പാസിറ്റൻസ്. C1 എന്നാണ് ഇതിന് പറയാ. ഷണ്ട് കപ്പാസിറ്റൻസ് C1 ഉം മറ്റേ സി എന്ന് പറയുന്നത് എന്താണ് നമ്മളെ മ്യൂച്വൽ കപ്പാസിറ്റൻസും. അപ്പൊ ഈ C1 വരുമ്പോൾ ഈ പറയുന്ന കറണ്ട് ഐ എന്നുള്ള ഈ കറണ്ട് എന്തായിരിക്കില്ല. ഇവിടെ വേറെ KCL വെച്ച് കഴിഞ്ഞാൽ എവിടേക്കും ഇതാക്കാനില്ല. കിർച്ചോഫ് കറന്റ് ലോ വെക്കുമ്പോൾ ഇവിടെ കണ്ടോ ഈ I3 ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു അങ്ങനെ ഇതെന്ത് ചെയ്യും സ്പ്ലിറ്റിംഗ് ഇത് വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല ഇവിടെ സെയിം ആവില്ല. അപ്പോൾ ഈ ഇത് ഓർത്തിരിക്കുക. അടുത്ത സ്ലൈഡിൽ ഇത് കാണിക്കില്ല. ജസ്റ്റ് ഇതൊന്ന് വരച്ചു വെക്കുക, മറക്കരുത്. ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് വരച്ചു വെക്കുക. അപ്പൊ ഇത് വെച്ചിട്ടാണ് അടുത്ത് പറയാനുള്ളത് ഈ ഒരു ഫിഗർ വെച്ചിട്ട്. അപ്പൊ അടുത്ത ഇത്രയല്ലോ ഷണ്ട് കപ്പാസിറ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഇവിടെ വന്നു. ഈ കറണ്ട് വന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ കറണ്ട് സെയിം ആവില്ല. അതുകൊണ്ട് തന്നെ ചാർജിങ് കറണ്ട് വ്യത്യാസമായി. അപ്പൊ ചാർജിങ് കറണ്ട് വ്യത്യാസമായതുകൊണ്ട് V/3 എന്നുള്ള ഈക്വൽ വോൾട്ടേജ് അല്ല ഇവിടെ വരിക. ഇവിടെ V1 V2 V3 എന്നുള്ള വോൾട്ടേജ് ആണ് വരിക. അതാണ് പറഞ്ഞത്. ഡ്യൂ ടു ഷണ്ട് കപ്പാസിറ്റൻസ് ചാർജിങ് കറണ്ട് ഈസ് നോട്ട് സെയിം ത്രൂ ഓൾ ദ ഡിസ്ക്. ഓക്കെ, therefore voltage across each disk will be different. നമ്മൾ പറഞ്ഞു obviously the disk nearest to the line conductor will have the maximum voltage. അതായത് നമ്മളുടെ ലൈനിലോട്ട് ആയിട്ട് നിൽക്കുന്ന ഇതുണ്ടല്ലോ അതിനായിരിക്കും എന്തുണ്ടാവുക മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക.
Thus, for referring figure 3, V3 will be much more than V2 or V1. അപ്പോൾ നമ്മൾ ആ കാണുന്ന V1, V1, V2, V3 എന്ന് പറഞ്ഞാൽ ആ V3 ആയിരിക്കും. എവിടെയാണോ കണ്ടക്ടറുകൾ അവിടെ ആയിരിക്കും എന്തുണ്ടാവുക, ആയതുണ്ടാവുക, charging ഉണ്ടാവുക, maximum voltage ഉണ്ടാവുക. The following points may be noted regarding the potential distribution over a string of suspension insulator. The voltage impressed on a string of suspension insulators does not distribute itself uniformly across the individual disk due to presence of shunt capacitance. അതായത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കില്ല, ഒരിക്കലും സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്, ഷണ്ട് കപ്പാസിറ്റൻസ് ഉള്ളതുകൊണ്ട്. ദ ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ ഹാവ് മാക്സിമം വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഡിസ്ക് കണ്ടക്ടറിന് നിയറർ ആയിട്ടുള്ളതിനായിരിക്കും എന്ത് വോൾട്ടേജ് മാക്സിമം ഉണ്ടാവുക. ആസ് വി മൂവ് ടുവേർഡ്സ് എ ക്രോസ് ആം ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിസ്ക് ഗോസ് ഓൺ ഡിക്രീസിങ്. നമ്മൾ ക്രോസ് ആമിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മതി, I1 എന്നുള്ള കറണ്ട് I3 എന്നുള്ള കറണ്ട് കമ്പയർ ചെയ്യുമ്പോൾ I3 ആയിരിക്കും കൂടുതൽ അല്ലെ. I3 into that capacitance അല്ലേ വരിക. അപ്പൊ അതല്ലേ ഒബ്വിയസ്ലി എന്തായാലും കൂടുക. If the voltage impressed across the string were DC, then voltage across each unit would be the same. It is because insulator capacitance are ineffective for DC. ഇനി ഒരു DC ആണ് നമ്മൾ വോൾട്ടേജ് ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഈച്ച് യൂണിറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം എന്താണ്, ഇൻസുലേറ്റർ കപ്പാസിറ്റൻസ് ഇൻഎഫക്റ്റീവ് ആണ് ഒരു DC സപ്ലൈക്ക്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്ട്രിംഗ് എഫിഷ്യൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് സ്ട്രിംഗ് ഓഫ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് യൂണിറ്റ്സ് ഓഫ് ഡിസ്ക്. അപ്പോൾ ഓരോ ഡിസ്കിനനുസരിച്ചും വ്യത്യാസമുള്ളതുകൊണ്ട് ഒരിക്കലും എന്താവില്ല, യൂണിഫോം ആയിരിക്കും. ദ ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ ആയിരിക്കും ഹൈ പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അതർ ഡിസ്കിനെ കാട്ടി. ദിസ് അൺഈക്വൽ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അൺഡിസൈറബിൾ. ശരിയാണ്, ഈ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അൺഡിസൈറബിൾ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രിംഗ് എഫിഷ്യൻസി എന്നുള്ള ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ the ratio of the voltage across the string to the product of number of disk and the voltage across the disk nearest to the conductor. അതിനാണ് നമ്മൾ എന്താ പറയുക, സ്ട്രിംഗ് എഫിഷ്യൻസി. അതാണ് ഈ രണ്ടെണ്ണം കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ഡിവൈഡ് ബൈ n into വോൾട്ടേജ് അക്രോസ് ഡിസ്ക് നിയർ ടു ദ കണ്ടക്ടർ, where n is the number of disks in the string. String efficiency is an important consideration since it decides the potential distribution along the string. അപ്പോൾ സ്ട്രിംഗ് എഫിഷ്യൻസിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ സ്ട്രിംഗ് എഫിഷ്യൻസി ആണ് ഡിസൈഡ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓരോ സ്ട്രിങ്ങിനും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ദ ഗ്രേറ്റർ ദ സ്ട്രിംഗ് എഫിഷ്യൻസി ദ മോർ യൂണിഫോം ഈസ് ദ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ. സ്ട്രിംഗ് എഫിഷ്യൻസി മാക്സിമം ആണ്, ഏറ്റവും കൂടുതലനുസരിച്ചിട്ട് എന്താണ് നമുക്ക് പറയാൻ പറ്റും, വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആയിരിക്കും. Thus, 100% string efficiency is an ideal case for which the voltage across each disk will be exactly the same. The 100% efficiency is an ideal case. Okay, although it is possible to achieve 100% string efficiency, yet efforts should be made to improve it as close. അപ്പോൾ maximum 100% efficiency ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രമിക്കാൻ പറ്റും. Okay. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ ഈ പറഞ്ഞ സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതിനുള്ള ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ പേജിലും ഞാൻ ഈ ഒരു ഫിഗർ ഇട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇതെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലെറ്റ് us suppose that the self capacitance of each disk, നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് കപ്പാസിറ്റൻസിനെ C ആയിട്ട് എടുക്കുക. ഓക്കെ, ഷണ്ട് കപ്പാസിറ്റൻസിനെ C1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് സം ഫ്രാക്ഷൻ കെ ഓഫ് സെൽഫ് കപ്പാസിറ്റൻസ്. സെൽഫ് കപ്പാസിറ്റൻസിന്റെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ആയിരിക്കും. therefore നമുക്ക് എഴുതിയിരിക്കാം ദാറ്റ് ഈസ് C1 ഈസ് ഈക്വൽ ടു K into C എന്ന് എഴുതാം. ഓക്കെ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സം ഫ്രാക്ഷൻ. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്രോസ് ആംസ് ഓർ ടവർ, ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് യൂണിറ്റ് ഈസ് V1, V2, V3 റെസ്പെക്റ്റീവ്ലി. ഇതാണ് ക്രോസ് ആംസ്. ക്രോസ് ആംസിന്റെ ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ V1, V2, V3 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണ്ടക്ടർ അക്രോസിൽ ഇതിനാണ് മാക്സിമം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലൈങ് കിർച്ചോഫ് കറന്റ് ലോ അറ്റ് നോഡ് എ. എയിൽ കിർച്ചോഫ് കറന്റ് ലോ കൊടുക്കുമ്പോൾ എന്താണ്, ദിസ് I2 is equal to small I1 plus capital I1. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറന്റ് ഐക്വൽ ഇക്വേഷൻ എന്താണ്, V by XC ആണ്. XC എന്ന് പറഞ്ഞാൽ എന്താണ്, 1 by omega C ആണ്. therefore V by 1 by omega C വരും. അപ്പൊ എന്താണ്, V omega C വരും. അപ്പോൾ I2 നുള്ളിൽ V2 omega C, I1 V1 omega C, small I1 V1 omega C1. ഓക്കെ, V1 omega C1. ഇനി V2
ഒമേഗ സിക്ക് അതേപോലെ എന്താണ് വി ടു ഒമേഗ സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ സി വണ്ണിന് പകരം നമ്മൾ സിയുടെ ടൈമിലാക്കാൻ കെ ഇൻറ്റു സി ആക്കി. Therefore we can say that വി ടു ഒമേഗ സി ഈസ് ഈക്വൽ ടു, അല്ല ഒമേഗ സി നമുക്ക് ത്രൂ ഔട്ട് കട്ട് ചെയ്യാം. വി ടു ഈസ് ഈക്വൽ ടു എന്താണ്, വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ. ഇനി അപ്ലൈങ് ക്രിസ്റ്റോഫ് കറന്റ് ലോ അറ്റ് നോഡ് ബിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ദിസ് ഐ ത്രീ ഈസ് ഈക്വൽ ടു ഐ ടു സ്മോൾ ഐ ടു പ്ലസ് ക്യാപിറ്റൽ ഐ ടു. അപ്പോൾ ഈ ഐ ത്രീക്ക് എന്തായിരിക്കും, വി ത്രീ ഇൻറ്റു ഒമേഗ സി. ഈ ഐ ടു എന്താണ്, വി ടു ഇൻറ്റു ഒമേഗ സി. ഈ ഐ ടു എന്താണ്, സോറി, ഈ ഐ ടു എന്താണ്, ഈ ഐ ടു ആണ് എന്താണ്, വി വൺ പ്ലസ് വി ടു ആണ് വരിക അല്ലെ. ഈ ഐ ടു പറഞ്ഞു കഴിഞ്ഞാൽ വി വൺ പ്ലസ് വി ടു. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്കുമ്പോഴും വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ സി വൺ. അപ്പൊ നമ്മൾ സി വണ്ണിനെ കെ സി ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ എന്താണ്, വി ത്രീ ഒമേഗ സി ഇസിക്കൽ വി ടു ഒമേഗ സി പ്ലസ് വി വൺ പ്ലസ് വി ടു ഇൻറ്റു ഒമേഗ കെ സി. ഈ ഒമേഗ സിനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ വി ത്രീ ഇസിക്കൽ ടു വി ടു പ്ലസ് വി വൺ പ്ലസ് വി ടു ഇൻറ്റു കെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കെ ഇൻറ്റു വി വൺ പ്ലസ് വി ടു ഇൻറ്റു വൺ പ്ലസ് കെ എന്ന് എഴുതാം അല്ലേ. ഈ കെ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എഴുതാം. അപ്പൊ കെ വൺ കെ ഇൻറ്റു വി വൺ പ്ലസ് ഈ വി ടു ഇൻറ്റു വൺ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് വി ടു അല്ല, വി ടു ഇൻറ്റു വൺ പ്ലസ് കെ നമുക്ക് നേരത്തെ എഴുതിയിട്ടുണ്ട് എന്ത്, വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ വി ടുന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ ഇട്ട് കൊടുക്കണം. അപ്പൊ വൺ പ്ലസ് കെ ഇൻറ്റു വൺ പ്ലസ് കെ, അപ്പോൾ വൺ പ്ലസ് കെ സ്ക്വയർ ആക്കി. ഓക്കെ, അപ്പൊ എന്താണ്, കെനെ കോമൺ ആക്കി എടുത്തു. എങ്ങനെയാണ്, വി വൺ ഇൻറ്റു, ഇപ്പൊ ഇവിടെ നേരത്തെ വി ടു എന്നുള്ള വി വൺ ടേംസിലേക്ക് കൊണ്ടായി അല്ലെ. അപ്പൊ വി വൺ ഇൻറ്റു കെ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ, ഓർ വി ക്യാൻ സേ ദാറ്റ് വി ത്രീ ഈസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി വോൾട്ടേജ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് എർത്ത്, ദാറ്റ് ഈസ് ടവർ. വോൾട്ടേജ് ബിറ്റ്വീൻ കണ്ടക്ടറും എർത്തും അല്ലെങ്കിൽ ടവർ നമുക്ക് പറയാം. അത് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ അല്ല, വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ അല്ലെ. അപ്പൊ വി വൺ നമുക്ക് നേരത്തെ കിട്ടിയത് എന്താണ്, വി വൺ നേരത്തെ എന്താണ്, വി വൺ തന്നെയാണ്. വി ടു എന്താണ്, വി വൺ പ്ലസ് വൺ കെ. വി ത്രീ ഉണ്ട്, വി വൺ പ്ലസ് വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ. ഇത് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. സോ വി വൺ ഇൻറ്റു ഇതിനെ നമുക്ക് എന്തായി, എല്ലാം കൂടി കോമൺ ചെയ്യുമ്പോൾ ത്രീ പ്ലസ് ഫോർ കെ പ്ലസ് കെ സ്ക്വയർ. ഓർ വി ക്യാൻ സേ ദാറ്റ് വി ഈസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് എഴുതാം, വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് എഴുതാം. വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ. ഇതിന് തേർഡ് ഇക്വേഷൻ ആക്കി എടുത്തു. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ, ഇതാണ് ശരിക്കും നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ. അത് ഞാൻ അപ്പുറത്തായതുകൊണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് കാണിക്കും. വണ്ണ് ടു ത്രീ ഫോർ അല്ലെ, വണ്ണ് ടു ത്രീ അല്ല, വണ്ണ് ടു ത്രീ. അപ്പൊ ഈ മൂന്ന് എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ നമ്മൾക്ക് വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മളുടെ ഇക്വേഷൻ വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് എഴുതാൻ പറ്റും, ഇവിടെ വി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ടു ബൈ വൺ പ്ലസ് കെ അത് എഴുതി. ഇവിടെ വി വൺ എന്ന് പറഞ്ഞാൽ വി ത്രീ ബൈ വൺ പ്ലസ് ത്രീ കെ പ്ലസ് കെ സ്ക്വയർ. അതുപോലെ ഇവിടെ എന്ത് എഴുതാം, വി ബൈ വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്ന് എഴുതാം. അത് ഫോർത്ത് ഇക്വേഷൻ. ഇത് നിങ്ങൾ എഴുതണം കേട്ടോ, എന്നാലേ ഓരോ സ്ലൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. So therefore voltage across top unit V1. ആ ഫോർത്ത് ഇക്വേഷൻ നമുക്ക് എഴുതിയിട്ട് വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു എന്താ വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ വൺ പ്ലസ് കെ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്താൽ വി വൺ ഈസ് ഈക്വൽ ടു അതിൽ ലാസ്റ്റ് എഴുതിയിട്ടുള്ളതാണ് വി ബൈ വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ. അപ്പൊ വി വൺ ഈസ് ഈക്വൽ ടു വി ബൈ വൺ പ്ലസ് കെ ഇൻറ്റു ത്രീ പ്ലസ് കെ എന്നിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. വോൾട്ടേജ് അക്രോസ് സെക്കൻഡ് യൂണിറ്റ് ഫ്രം ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വി ടു. ഓക്കെ, വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, വി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ വൺ പ്ലസ് കെ. therefore വി ടു ഈസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ. ആ ഫോർത്ത് ഇക്വേഷൻ അയച്ചിട്ട് നിങ്ങൾക്ക് കണ്ട വേഗം മനസ്സിലാവും. വോൾട്ടേജ് അക്രോസ് തേർഡ് യൂണിറ്റ് ഫ്രം ടോപ്പ് വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോപ്പ് വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ വി വൺ നമ്മൾ എഴുതിയത് വി വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ വൺ പ്ലസ് കെ ഈസ് ഈക്വൽ ടു വി വൺ അല്ല വി ത്രീ ബൈ വൺ പ്ലസ് കെ പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ബൈ, ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മാറ്റുമ്പോഴാണ് ഈ കിട്ടുന്നത്. വോൾട്ടേജ് അക്രോസ് തേർഡ് യൂണിറ്റ് ഫ്രം ടോപ്പ് വി ത്രീ ഈസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു വൺ പ്ലസ് കെ പ്ലസ് ത്രീ പ്ലസ് കെ ഹോൾ സ്ക്വയർ. therefore വോൾട്ടേജ് സ്ട്രിംഗ് പെർസെന്റേജ് സ്ട്രിംഗ് എഫിഷ്യൻസി പറഞ്ഞത് നേരത്തെ പറഞ്ഞു, വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ ഇൻറ്റു 100 ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്താണ്, ബി ആണ്. ആ ബി എഴുതി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്ക് എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം. വോൾട്ടേജ് അക്രോസ് ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
V3 ആണ്. അപ്പോൾ V by 3 into V3 into 100. അപ്പോൾ percentage string efficiency പറഞ്ഞു കഴിഞ്ഞാൽ total voltage divided by number of disk into ഏറ്റവും കണ്ടക്ടറിന് ആയിട്ടുള്ള അടുത്തിട്ടുള്ള ഇത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. The following points may be noted from the above mathematical analysis. If k is equal to 0.2, say നമ്മൾ k 0.2 ആണ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, then from experiment 4, another equation, experimental expression, അതൊന്ന് എഴുതി വെക്കുക. We get V2 is equal to 1.2 V1, V3 is equal to 1.64 V1. This clearly shows that disk nearest to the conductor has maximum voltage across it. The voltage across other disk decreasing progressively as the cross-arm is approached. The greater the value of k, that is C1 by C ആണ് അല്ലെ, greater the C1 by C ആണ് k. അത് നമ്മൾ എന്താ പറഞ്ഞു, C1 is equal to Kc എന്നല്ലേ പറഞ്ഞു. The more uniform is potential across the disk and lesser is the string efficiency. The inequality in voltage distribution increases with the increase of number of disk in the string. Therefore, shorter string has more efficiency than larger one. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ സ്ട്രിങ് നമ്മളുടെ ഡിസ്ക് കൂട്ടാറ്, ഡിസ്ക് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താവും, സ്ട്രിങ് എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ഡിസ്ക് കുറവുള്ളതിനാണ് ഏറ്റവും നല്ല എന്തുണ്ടാവുക, സ്ട്രിങ് എഫിഷ്യൻസി ഉണ്ടാവുക. മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് സ്ട്രിങ് എഫിഷ്യൻസി, എങ്ങനെ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി കൂട്ടാം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, യൂണിഫോം അല്ല. ഓക്കെ, മാക്സിമം വോൾട്ടേജ് എവിടെയാണ് അപ്പിയർ ചെയ്യുക, ലൈൻ കണ്ടക്ടറിന് നിയറസ്റ്റ് ആയിട്ടുള്ളിടത്താണ്. അത് എന്ത് ചെയ്യും, ക്രോസ് ആമിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്യും. അപ്പൊ എന്താണ് പ്രശ്നം വെച്ചാൽ, നമ്മളുടെ ഇഫ് ദ ഇൻസുലേഷൻ ഓഫ് ദ ഹയസ്റ്റ് സ്ട്രെസ്ഡ് ഇൻസുലേറ്റർ ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ, നമ്മളുടെ കണ്ടക്ടറിന് അടുത്തുള്ള ഇൻസുലേറ്റർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്ലാഷ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എല്ലാം പോകും. കാരണം എന്താണ്, ഏറ്റവും ഹയസ്റ്റ് സ്ട്രെസ് ഉള്ളത് ഇതാണ്, അത് ബ്രേക്ക് ചെയ്ത ബാക്കിയുള്ളതൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ അക്രോസ് ദ വേരിയസ് യൂണിറ്റ്സ് ഓഫ് ദ സ്ട്രിങ് എന്ത് ചെയ്യണം, ഈക്വലൈസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി കൂട്ടും. അതിന് വേണ്ടിയിട്ടുള്ള പല മെത്തേഡ് പറഞ്ഞാൽ, ഒന്ന് യൂസിങ് ലോങ്ങർ ക്രോസ് ആംസ്, രണ്ടാമത്തെ ബൈ ഗ്രേഡിംഗ് ദ ഇൻസുലേറ്റർ, ആൻഡ് ബൈ യൂസിങ് എ ഗാർഡറിംഗ്. ഇതൊക്കെ ചോദിക്കാട്ടോ. ബൈ യൂസിങ് ലോങ്ങർ ക്രോസ് ആംസ്, വെക്കുമ്പോൾ ഉള്ള ഗുണം വെച്ചാൽ, നമ്മളിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ഈ പറയുന്ന C1 ഉണ്ടല്ലോ, C1 അങ്ങോട്ട് കൂടും. നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു എന്താണ്, ഷണ്ട് കപ്പാസിറ്റൻസ് C1 ഡിവൈഡഡ് ബൈ C ആണ് അല്ലെ. അപ്പൊ C1 കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെ എന്ത് ചെയ്യും, കുറയും. So the lesser the value of k, the greater is the string efficiency and more uniform is the voltage distribution. K കുറഞ്ഞു കഴിഞ്ഞാൽ string efficiency കൂടുതലായിരിക്കും, അതേപോലെ തന്നെ എന്താണ്, voltage distribution more uniform ആയിരിക്കും. The value of k can be decreased by reducing shunt capacitance. അപ്പോൾ k reduce ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, shunt capacitance C1 reduce ചെയ്താൽ മതി. In order to shunt capacitance, the distance of conductor from tower must be increased. Shunt capacitance reduce ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, കണ്ടക്ടർ ടവറിന്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ക്രോസ് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ ലോങ്ങർ ക്രോസ് ആംസ് ഷുഡ് ബി യൂസ്ഡ്. ഹവർ ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ടവർ ഡു നോട്ട് അലോ ദ യൂസ് ഓഫ് വെരി ലോങ് ക്രോസ് ആം. പക്ഷെ നമുക്ക് കോസ്റ്റും സ്ട്രെങ്തോ കൂടി ഒരു ടവറിന് നോക്കുക, കാരണം കൂടുതൽ ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടവറിന്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ പ്രശ്നം വരും, സ്ട്രെങ്ത്തിനൊക്കെ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇതേ പറ്റുള്ളൂ. ഇൻ പ്രാക്ടീസ് k is equal to 0.1 is the limit that can be achieved by this method. അപ്പോൾ k is equal to 0.1 ആണ് മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇനി സെക്കൻഡ് വൺ പറഞ്ഞാൽ ബൈ ഗ്രേഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ്. ഇൻ ദിസ് മെത്തേഡ് ഇൻസുലേറ്റേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡയമെൻഷൻസ് ആർ ചൂസൺ ദാറ്റ് ഈച്ച് ഹാസ് എ ഡിഫറെന്റ് കപ്പാസിറ്റൻസ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഓരോ സെക്ഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഇന്ന ടൈപ്പുള്ളായിരിക്കും, അങ്ങനെ അങ്ങനെ വ്യത്യാസമുള്ളതായിട്ട് യൂസ് ചെയ്യും. The insulators are capacitance graded, that is, they are assembled in a string in such a way that the top unit has minimum capacitance, increasing progressively as the bottom unit nearest to the conductor is reached. അതായത് ടോപ്പ് യൂണിറ്റിന് എന്തായിരിക്കും, മിനിമം കപ്പാസിറ്റൻസ് ആയിരിക്കും. അങ്ങനെ അത് കൂട്ടിയിട്ട് താഴത്തേക്ക് എത്തുന്ന വരെ എന്ത് ചെയ്യും, മാക്സിമം കപ്പാസിറ്റൻസ് വരെ, അതായത് കണ്ടക്ടറിന്റെ നിയറസ്റ്റ് വരെ വെക്കും. Since voltage is inversely proportional to capacitance, നമുക്കറിയാം voltage is inversely proportional to capacitance ആണ്. This method tends to equalize the potential. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് equalize ചെയ്യാൻ പറ്റും. This method has the disadvantage that a large number of different types of insulators are required. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, different types of insulators നമുക്ക് different types of insulators വേണം. However, the good results can be obtained by using standard insulators for most of the string and larger units of that near to the line conductor. Third one, by using a guard ring.
The potential across each unit in a string can be equalized by using a guard ring, which is a metal ring electrically connected to the conductor and surrounding the bottom insulator as shown in the figure. ഒരു ഗാർഡ് റിംഗ് എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക്കലി വെച്ചിട്ട് കണക്ട് ചെയ്യും. അപ്പൊ എന്താ ഗുണം വെച്ചാൽ ദ ഗാർഡ് റിംഗ് ഇൻട്രൊഡ്യൂസസ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ മെറ്റൽ ഫിറ്റിംഗ്സ് ആൻഡ് ദ ലൈൻ കണ്ടക്ടർ. ഈ മെറ്റൽ ഫിറ്റിംഗ്സും ലൈൻ കണ്ടക്ടറും തമ്മിൽ എന്ത് ചെയ്യും ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. The guard ring is contoured in such a way that shunt capacitance current I1, I2, etc. Are equal to metal fittings line capacitance current I1 dash I2 dash. അതായത് ഇത് വരുമ്പോൾ എന്താണ് I1 I2 എന്നുള്ളത് നമുക്ക് എന്തായാലും I1 dash I2 dash എന്നുള്ള രീതിയിൽ ഈക്വലൈസ് ചെയ്യാൻ പറ്റും. The result is that same charging current I flows through each unit of string. അപ്പൊ എന്താണ് ഇത് ചെയ്യാനുള്ള സെയിം കറണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം ഇവിടുന്ന് ഈ പോണ കറണ്ട് ആണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതും സെയിം കറണ്ട് ആവുമ്പോൾ ഇവിടെ എന്താവും സെയിം കറണ്ട് ആവും. അപ്പൊ ഈ പോകുന്ന I2 ഡാഷ് തന്നെയാണ് I2, I1 ഡാഷ് തന്നെ I1 ആവുമ്പോൾ ഇത് സെയിം ആയി ഈ വരുന്നത്. അപ്പൊ ഇവിടുന്ന് I2 വന്നു, ഈ I2 ഡാഷ് തന്നെയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടുന്ന് സെയിം I വന്നു, ഇവിടുന്ന് I1 ഡാഷ് സെയിം ആയി വരും. ഓക്കെ. Consequently, there will be uniform potential distribution across the units. In important points, while solving problems relating to string efficiency, the following points must be kept in mind. നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് maximum voltage appears across the disk nearest to the conductor. Maximum voltage nearest to the conductor ആണ്, that is line conductor. The voltage across the string is equal to phase voltage. വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് വോൾട്ടേജ് ആണ്. ഒരു ഫേസിന് അക്രോസ് ഉള്ളത് ഫേസ് വോൾട്ടേജ് ആണ്. അതിന് നമുക്ക് വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്ന് പറയാം. വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ലൈനും ഇത് എർത്തിലോട്ടുള്ള ഈ ക്രോസ് ആകുന്നുള്ളത് ലൈൻ ആൻഡ് എർത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ വോൾട്ടേജ് അക്രോസ് ഫേസ് എന്ന് പറയുന്നതും വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് പറയുന്നതും വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് എന്ന് പറയുന്നതും വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ്. ഇനി ലൈൻ വോൾട്ടേജ് ഇക്വൽ എന്താണ് √3 ഇൻറ്റു വോൾട്ടേജ് അക്രോസ് സ്ട്രിംഗ് ആണ്. അതാണ് ഫേസ് വോൾട്ടേജ് അല്ലെ. നമുക്കറിയാം ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് ആണ്. താങ്ക് യു. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട് VK Mathൽ, അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, താങ്ക് യു.